ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് നോക്കാം. അപ്പോൾ അത് പറയുന്നതിന് മുൻപ് മാർക്കറ്റ് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വളരെയധികം വോളാറ്റിലാണ്. രണ്ട് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ്, കൺസോൾട്ടേഷൻ എന്ന് പക്കാ കൺസോൾട്ടേഷൻ അല്ല, പക്ഷേ ഒരു പ്രത്യേകിച്ചൊരു ട്രെൻഡ് ഇല്ലാത്ത രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണിക്കുന്നത്. അപ്പം അതിനൊരു കാരണം കൂടെ ഉണ്ട്. നാളെ ഫെഡിൻ്റെ മീറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ അനൗൺസ്മെൻറ്റ് വരും, പുതിയ എന്തെങ്കിലും ഡിസിഷൻസോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഇമ്പാക്റ്റ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ വരുമോ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം മൺഡേ മുതൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒന്നെങ്കിൽ ബാരിഷ് അല്ലെങ്കിൽ ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് എന്താണെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. അടുത്ത വീക്ക് എന്താണെങ്കിലും ഓപ്ഷൻ ബയേഴ്സിന് കുറച്ച് നല്ല വീക്കായിരിക്കും. ഈ വീക്ക് പക്ഷേ ഈ ഫ്രൈഡേ ഇവൻറ്റ് വരുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള മൂവ്മെൻ്റ് ആണ് സാധാരണ വീക്കിൽ വരാറ്. അന്നത്തെ വീക്ക് കംപ്ലീറ്റ് സൈഡ്വേസ് മാർക്കറ്റ് ആയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു വീക്കായിരുന്നു ഈ വീക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടഫാണ്. പക്ഷേ എങ്കിലും കറക്റ്റായിട്ടുള്ള സ്പോട്ടിൽ, കറക്റ്റായിട്ടുള്ള റെസിസ്റ്റൻസിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള സപ്പോർട്ടിൽ നമ്മൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് എങ്കിലും ബുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്താണെങ്കിലും ഇന്ന് മോർണിംഗിൽ നമ്മളൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഏകദേശം അതുപോലെ തന്നെയാണ് നാളെയും നമ്മുടെ ട്രേഡ് പ്ലാൻ വരുന്നത്. കാരണം പ്രത്യേകിച്ച് ഒരു മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റ് നമുക്കിന്ന് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് ലൈന് വരുന്നത്. ഏകദേശം 51,020 റേഞ്ചിലാണ് നമ്മുടെ റെസിസ്റ്റൻസ് ലൈൻ വരുന്നത്. അത് ബ്രേക്ക് ഔട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഹൈ നമുക്ക് ആ റെസിസ്റ്റൻസ് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് കൊണ്ടുപോകാം. കാരണം ഇന്ന് നമുക്ക് ഒരു ചെറുതായിട്ടൊരു ഹൈ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 51,072 ഇനി അടുത്ത ഹൈ വരുന്നത്. അപ്പം ഇനി ഇത് ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിലാണ് അടുത്ത മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. പക്ഷേ ഇത് നോക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇന്ന് മോർണിംഗിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് 51,020 ബ്രേക്ക് ചെയ്യുമ്പോൾ നോക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അപ്പ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കേണ്ടിയിരുന്ന സംഭവമായിരുന്നു. അതായത് ഇത്തരത്തിൽ ബ്രേക്ക് ഔട്ട് നമ്മൾ കൺഫേം ചെയ്യാതെ ഒരിക്കലും എൻ്റർ അടിക്കരുത്. ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ചെറുതായിട്ട് അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോൾ ഓപ്ഷൻ്റെ പ്രീമിയം ലോ ആണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രേക്ക് ഔട്ട് നമ്മൾ കൺഫേം ചെയ്യുന്നത്. നമ്മളൊരു ട്രേഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ടാർഗറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ, നിങ്ങൾ ആരെങ്കിലും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയി ജോയിൻ ചെയ്തോ. നമ്മൾ ഓപ്ഷൻസിൻ്റെ ഒക്കെ അനാലിസിസ് അതിൽ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ബ്രേക്ക് ഔട്ട്, പ്രത്യേകിച്ച് ബ്രേക്ക് ഔട്ടൊക്കെ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് കൺഫർമേഷൻ നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടണം. കൺഫർമേഷൻ എങ്ങനെയാണ് കിട്ടുക? കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻസ് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷനിൽ കൂടുതൽ ലോയി വേണം. അതല്ല താഴോട്ടാണ് ബ്രേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷനിലോ നല്ല രീതിയിൽ ലോയി വേണം. ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ ഓപ്ഷനിലും അതുപോലെ തന്നെ പുട്ട് ഓപ്ഷനിലും ഒരുപോലെ ഓയി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? സൈഡേഴ്സ് മാർക്കറ്റ് ആവാനാണെന്ന് ചാൻസ്. ഒരു ബിഗ് മൂവ്മെൻറ്റ് ഏത് സൈഡിലേക്കും പോകാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലിയ മൂവ്മെൻറ്റ് ഇല്ലാത്ത രീതിയിലുള്ളൊരു അനാലിസിസ് അതിലിട്ടത്. കാരണം ഓപ്പൺ ഇൻട്രസ്റ്റ് രണ്ട് സൈഡിലും സെയിം ആയിരുന്നു. പക്ഷേ അങ്ങനെ ആണെന്ന് വിചാരിച്ചിട്ട് മൂവ്മെൻറ്റ് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഇവൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷേ അല്ലാത്ത സമയത്തൊക്കെ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ് ആയിരുന്നു, സൈഡ് വൈസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞ ഈ ഒരു റെസിസ്റ്റൻസിലേക്ക് എത്തുകയെന്നുണ്ടെങ്കിൽ 51,070 ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഓപ്പൺ ഇൻട്രസ്റ്റിൽ എത്രത്തോളം സ്ട്രോങ് ആണ്, ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് ഓപ്ഷനിലുള്ള റൈറ്റിംഗ് എത്രത്തോളം ഉണ്ട്, ഓയി എത്രത്തോളം ബിൽഡപ്പ് കാണിക്കുന്നുണ്ട് നോക്കിയിട്ട് മാത്രം ട്രേഡ് എടുക്കുക. അത് കൂടുതലുണ്ടെങ്കിൽ മാത്രം കോൾ ഓപ്ഷൻ പോവുക. അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കൺസോൾട്ടേഷൻ ഫേസിലായിരിക്കും. അപ്പോൾ കൂടുതൽ ഹയർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് കൺസോൾട്ടേഷൻ തന്നെയാണ്. കാരണം നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കുന്ന സമയത്ത് ഡോ ജോൺസ് ആണെങ്കിലും അതുപോലെ തന്നെ S&P 500 ബാക്കിയുള്ള ഇൻഡെക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് നടന്നിട്ട് ഒരു റെസ്റ്റിങ്ങിലാണ്. അപ്പോൾ ഇത് ചിലപ്പം ഒരു റീട്രേസ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഫർദർ അപ്പ് മൂവ്മെൻ്റ് ആവാം. ഈ ഫർദർ അപ്പ് മൂവ്മെൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ നാളത്തെ ഇവൻറ്റിൽ നല്ല പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം സംഭവിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യും. നാളെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല, നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു റീട്രേസ്മെൻറ്റ് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു റീട്രേസ്മെൻറ്റ് നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഈ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പം നാളത്തെ ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചിട്ട് പറയാം, എങ്ങനെയാണ് ഇമ്പാക്റ്റ് വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് സൈഡ് വേസ് മാർക്കറ്റാണ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക. കാരണം ഇവൻറ്റ് ക്ലിയർ അല്ല, എന്ത് സംഭവിക്കുമെന്നുള്ളത് ക്ലിയർ അല്ല.
പോരാത്തതിന് നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻ ഹൗസ് നമ്മുടെ ഡൊമസ്റ്റിക് ഡാറ്റാസ് നോക്കുന്ന സമയത്തും പ്രത്യേകിച്ച് ബുള്ളിഷ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഒന്നുകിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ നമുക്കൊരു ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അനാലിസിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഒരു റീട്രേസ്മെൻറ്റ് തന്നാലും ഇൻ കേസ് ഗ്ലോബൽ മാർക്കറ്റ് നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഔട്ട്ലുക്ക് കിട്ടിയാലും നമുക്ക് ചെറിയൊരു സെൽ ഓഫ് വന്നാലും ചെറിയൊരു റീട്രേസ്മെൻറ്റ് തന്നാലും വീണ്ടും അപ്സൈഡിലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നിഫ്റ്റിയിൽ ഇതാണ് നമ്മുടെ ലെവൽസ് വരുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് വരുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന നാളെ ഇതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ റിവേഴ്സൽ ട്രേഡുകൾ പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് വരെ ഈ റിവേഴ്സൽ ട്രേഡ് തന്നെ എടുക്കുക. ബ്രേക്ക് ഔട്ട് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നുള്ളത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് ചെയ്യാം. ഇനി അതല്ല, ഈ രണ്ട് റേഞ്ചിൻ്റെ മുകളിലോ അല്ലെങ്കിൽ താഴോ ഓപ്പൺ ചെയ്താൽ എന്ത് സംഭവിക്കും? താഴെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നുകിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു റിക്കവറി ആയിരിക്കും ഉണ്ടാവുക. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിക്കവറി ആണെങ്കിൽ അതിനർത്ഥം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളത് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഏകദേശം ഒരു 24,800 മുകളിലേക്കെങ്കിലും എത്തണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കൺസോൾട്ടേഷൻ തന്നെ നമുക്ക് ആ ദിവസം എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി അതല്ല, നിഫ്റ്റി നാളെ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് ഫാസ്റ്റ് ആയിട്ടുള്ള ഡൗൺ സൈഡ് തന്നാൽ, ഒരു ഡൗൺ സൈഡ് തന്നിട്ട് ഏകദേശം 24 ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കൊരു റിവേഴ്സൽ ട്രേഡ് എടുക്കാം. ഇവിടെ നമുക്കൊരു ബൈ എൻട്രി പോവാം. ഇനി അതല്ല, മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ നിഫ്റ്റി ഈ പറഞ്ഞ പോലെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിലാണ് ഓപ്പണിംഗ് വന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു റീട്രേസ്മെൻറ്റ് ഇങ്ങോട്ട് ഉണ്ടാവും. ഇവിടെ നമുക്ക് സപ്പോർട്ട് എടുത്തിട്ട് ആയിരിക്കും പിന്നെ ഫർദർ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അറിയില്ല നാളത്തെ ഫെഡ് മീറ്റിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാത്തത് കൊണ്ട് തന്നെ ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കും. അതായത് ഒരു വലിയ രീതിയിലുള്ള ഹയർ ലെവൽ വലിയ രീതിയിലുള്ള ഡൗൺ സൈഡും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്ക് പോകുമ്പോൾ റെസിസ്റ്റൻസ് നോക്കിയിട്ട് അവിടുന്ന് സെല്ല് ചെയ്യുക, ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ സപ്പോർട്ട് നോക്കിയിട്ട് അവിടുന്ന് ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ രീതിയിലുള്ള ട്രേഡ് നിങ്ങൾ നോക്കുക, അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പം ബാങ്ക് നിഫ്റ്റി നോക്കുകയെന്നുണ്ടെങ്കിൽ ഏകദേശം ആ രീതിയിൽ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റി പറഞ്ഞ പോലെ നാളെ ഈ റേഞ്ചിൽ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ഈ സെയിം റേഞ്ചിൽ തന്നെ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ആ രീതിയിലുള്ള ട്രേഡ്സ് എടുക്കാം. ഓക്കെ. ഇനി അതല്ല, ഈ പറഞ്ഞ പോലെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണ്, അപ്പ് സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് വന്ന് ഫാസ്റ്റ് ആയിട്ടുള്ള അപ്പ് മൂവ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ 51,250 റേഞ്ചിൽ ഡെഫിനറ്റ്ലി റെസിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റി ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവിടുന്ന് സെല്ല് പോകാൻ വേണ്ടി നോക്കുക, ഒരു ചെറിയ സെൽ ഓർഡർ ഇടുക. എന്നിട്ട് ചിലപ്പോൾ നാളെ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് റിവേഴ്സൽ വീണ്ടും വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ചെറിയ ടാർഗറ്റിൽ അത് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അതല്ല, ഈ റേഞ്ചിൻ്റെ താഴെ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബൈ എൻട്രി പോകാൻ വേണ്ടി നോക്കുക. 50,713 ഇവിടെ നമുക്ക് സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ സപ്പോർട്ട് വരുന്നത് ഇവിടെയാണ്. അപ്പം ആ രീതിയിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കിയിട്ട് റിവേഴ്സൽ ട്രേഡുകൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നാളെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇൻ കേസ് മാർക്കറ്റ് റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് ബ്രേക്ക് ഔട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക് ഔട്ട് കൺഫർമേഷൻ നടത്തിയിട്ട് എൻട്രി എടുക്കാവുന്നതാണ്. ഒരു 150 അല്ലെങ്കിൽ 200 പോയിന്റ്സ് വരെ നമുക്കിവിടെ കിട്ടാൻ ചാൻസ്. നമ്മൾ ഇന്ന് കുറേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലൊരു ബ്രേക്ക് ഔട്ട്, പക്ഷേ ഇന്ന് നടന്നിട്ടില്ല. ഇനി നാളെങ്ങാനും ഈ റേഞ്ചിൽ ഓപ്പൺ ചെയ്തിട്ട് വേണം അത് ബ്രേക്ക് ഔട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർഡ് ആയിട്ടുള്ള ആ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്നുണ്ടെങ്കിൽ വിത്ത് ഓപ്പൺ ഇൻട്രസ്റ്റിൽ കൺഫർമേഷൻ കിട്ടിയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 200 പോയിന്റ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമുക്ക് ക്യാച്ച് ചെയ്യാം. താഴോട്ട് കൂടുതൽ ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. താഴോട്ട് ഇൻ കേസ് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലും ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോൾ വേണമെങ്കിലും ബൈയിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡ് എപ്പോഴും നമ്മൾ ബൈയിങ്ങിലേക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് ഇതുവരെ ബാങ്ക് നിഫ്റ്റി ടച്ച് ചെയ്തിട്ടില്ല. അത് ടച്ച് ചെയ്താലാണ് നമുക്ക് നല്ലൊരു പുൾ ബാക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതുവരെ നമ്മൾ ബൈ എൻട്രീസ് എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലുള്ള ട്രേഡിംഗ് സെറ്റപ്പ് വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ സംഭവിച്ചാൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.